ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാനുള്ള തീരുമാനം. അത് മോഹിനിയാട്ടം സ്പെഷ്യലൈസ് ചെയ്തിട്ട്. അതൊരു ആളുകൾ എളുപ്പത്തിൽ ചൂസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം അല്ല ഡാൻസ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി. അധികം ഭരതനാട്യമാണ്. ഡാൻസ് സ്കൂളാണോ നമ്മൾ ബൈ ഡീഫോൾട്ട് ഭരതനാട്യം വിചാരിക്കുന്നത്. എന്തുകൊണ്ട് മോഹിനിയാട്ടം? എനിക്കിഷ്ടം അതാണ്. വളരെ ചെറുതിലേ മുതൽ പഠിക്കുന്നതാണ് മോഹിനിയാട്ടം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ശരീരത്തിന് ചേരുന്നത് അതാണെന്ന് മാഷന്മാർ പറയുകയും അത് ഞാൻ മനസ്സിലാക്കുകയും പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ അത് തന്നെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ അതിലേക്ക് എത്തിയതാണ്. ഈ പാലു അലമ്പാണ്, ക്ഷമിക്കണം. പാലു ഇപ്പൊ നമ്മള് മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന സമയത്ത് കുറെ സമാധാനപ്രിയായിരുന്നു. ഇപ്പൊ ഓരോ മാസം കൂടുന്തോറും പാലു പിന്നെയും അല്ല ഇവിടെ ഇപ്പൊ ഞങ്ങൾ അവിടെയാണല്ലോ, തൃപ്പൂണിത്തുറയിലല്ലേ. അപ്പൊ ഈ ആര്യയുടെ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത് കണ്ടുപിടിക്കാനും ഇതിന്റെ വർക്കൊക്കെ ചേട്ടനുണ്ടായിരുന്നു. ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് തൃപ്പൂണിത്തുറ. അവിടെ ആരും ഇല്ലല്ലോ, അമ്മയും പാലും മാത്രം. അവളെ ഈ പ്ലേ പെനിൽ കിടക്കും. ഇവിടെ വന്നപ്പോ കൊറേ മുറ്റത്തോട്ട് ഇറങ്ങുക, അപ്പൊ പുന്നാരിപ്പിക്കാനൊക്കെ ആളായി. അപ്പൊ അങ്ങനെ ഇച്ചിരി കുറുമ്പായി. ഇനി അവിടെ ചെല്ലുമ്പോ അതേപോലെ ബാലു പണ്ട് നല്ല കുട്ടിയായിരുന്നു. ഈ എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ബാലു കുട്ടിയാണ്. സ്ഥിരമായിട്ട് കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അമ്മയാണോ ഇഷ്ടം അച്ഛനെയാണോ ഇഷ്ടം? ഞങ്ങൾ ചോദിക്കില്ലേ, എനിക്ക് ഇഷ്ടമല്ലത്. എന്തിനാ അങ്ങനെ ചോദിക്കില്ലെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇഷ്ടമല്ല. ആര്യ ചോദിക്കും ബാലുവിനെ ഏറ്റവും ഇഷ്ടം ആര്യ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ വഴക്ക് പറയും, ബാലുവിന് എല്ലാരും ഇഷ്ടം. അങ്ങനെ വേണം, നമുക്ക് അച്ഛനെ ഇഷ്ടാണ് അല്ലേ? അപ്പൊ ചേച്ചി ഇഷ്ടല്ലേ? അപ്പൊ ചേച്ചി ഞാൻ പൊട്ടനാ? എല്ലാരും ഇഷ്ടം. ഈ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട് ബാലുവിന് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടത്. അതൊന്ന് എല്ലാവരും ഇല്ലെങ്കിൽ ഭയങ്കര വിഷമ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരെയും നോക്ക് എന്ന് പറഞ്ഞിട്ട് ആരെയും മിണ്ടിപ്പിക്കില്ല, ആരെയും മിണ്ടണ്ട. അതല്ലേ ആര്യ പിന്നെ എല്ലാം ഡാൻസ് കളിക്കണം, പാട്ട് കളിക്കണം ഒക്കെ അവളൊരു സ്വകാര്യ സ്പേസിലാ. പക്ഷെ പാലു തിരിച്ചാ. പാലുവിനെ എല്ലാം അവള് ചെയ്യുന്നല്ല. ഡാൻസ് കളിച്ചോണ്ടിരിക്കണ ഇടയ്ക്ക് അമ്മ ഇപ്പൊ ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ എന്റെ ഇടയ്ക്ക് വരും അമ്മ. നമ്മൾ അവളെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം. അവളിപ്പോ ഒരു പാട്ട് പാടിയാ നമ്മൾ ശ്രദ്ധിക്കണം. ആര്യ തിരിച്ചാ. ആര്യക്ക് ഇപ്പൊ ഒരു റീൽസ് ഒക്കെ ഇവള് ചെയ്തിട്ട് ചിലപ്പോ ഭയങ്കര വൈറലായിട്ടുണ്ടാവും. ഇവള് ഇരുന്ന് റീൽസ് ചെയ്യുമ്പോ അപ്പൊ ഞാൻ ചിലപ്പോ അത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾക്ക് ഇവളുടെ പുറകെല്ലാം തിരക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് എടി ആര്യ അത് കുറെ ആയാലോ വീഡിയോയിലോ ഇത്ര ലക്ഷമായി എന്ന് പറഞ്ഞ് കാണുമ്പോഴേക്കും നമ്മൾ ഇവളെപ്പോഴും ഒരു സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യമുണ്ട്. ഇവള് തിരിച്ചങ്ങ് ഇവളൊരു പാട്ട് പാടിയാ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. അത് ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോഴേ നമുക്ക് എന്താന്നറിയില്ല, ഇടയ്ക്ക് പവിത്രം സിനിമ ഓർമ്മ വരും. അങ്ങനെ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയാണോ പവിത്രം? അതന്നെ എല്ലാവരും അത് തന്നെയാ പറഞ്ഞിട്ടുണ്ട്. ജനിച്ച സമയം മുതല്. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ. ആ സിനിമ പാലു ജനിക്കുന്നതിന് 2 ദിവസം മുമ്പ് അങ്ങാണ്ട് ഇറങ്ങി. അപ്പം അവര് വിളിച്ചിരുന്നു. ക്ഷമിക്കണോട്ടെ, നിങ്ങൾ ഈ വീഡിയോ എടുത്തിടുമ്പോ എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞത് കള്ളമായില്ലേ? ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞാ വന്ന സിനിമ. ആ സിനിമ ഒരുപാട് റിലേറ്റ് ചെയ്തു. അനു സിത്താരയുടെ ക്യാരക്ടറും കറക്റ്റ് ഏജ് ഗ്യാപ്പും ഒക്കെ. ഒരു പവിത്രം വൈബാണ് നമ്മുടെ വീട്ടില് അറിഞ്ഞപ്പോൾ. ഇവിടെ മതിയായി, നമുക്ക് കൊടുത്തുവിടാം. ഇപ്പൊ ഇത്തിരി ഒന്ന് ദേഷ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് പാലുവിനൊന്ന് സെറ്റാക്കി നിർത്തണമെങ്കിൽ നിങ്ങളുടെ ആരാധനയുള്ള മുൻകൈ എടുക്കുക. ഇല്ല, ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമ. അമ്മ തന്നെ ആയിരിക്കും അത്. അച്ഛനെ നമ്മുടെ വഴക്ക് പറഞ്ഞു. നമ്മളിങ്ങനെ ദേഷ്യപ്പെടുമ്പോ ഭയങ്കര പേടിയാ. ചേട്ടൻ വഴക്ക് പറഞ്ഞാൽ ഭയങ്കര വിഷമ. അപ്പൊ ഇങ്ങനെ നമ്മൾ വലിയൊരു കരയുടെ പോലെ എല്ലൊക്കെ ഇങ്ങനെ വന്നിട്ട് വിതുമ്പി കരയും. കുറെ നേരം ഇങ്ങനെ നമ്മളെ കരയാ, നെഞ്ചിങ്ങനെ ടക്ക് ടക്കെന്ന് അടിക്കും. ചേട്ടൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്രയും വലിയ പ്രശ്നം. എന്നാലും നമ്മൾ പെട്ടെന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ പുറകിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. അങ്ങനെ ചേട്ടൻ പറയുമ്പോഴാണ് കൂടുതലും വിഷമം തന്നെ. വല്ലപ്പോഴല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കാണുമ്പോ എന്തിനെങ്കിലും വഴക്ക് പറയുമ്പോ അച്ഛനെ വളരെ അപൂർവമേ പറയുള്ളൂ. എന്തെങ്കിലുമൊക്കെ വീഴാൻ പോകുമ്പോഴോ അങ്ങനെയൊക്കെ വഴക്ക് പറയുള്ളൂ. അപ്പോഴത്തേക്കും പെട്ടെന്ന് വിഷമം വരും. പാലു ഒരു കലാകുടുംബത്തിലെ ആളാണല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയോ? പാട്ടോ ഡാൻസോ? പാട്ട് പാടും. അതായത് അങ്ങനെ വലിയ പാട്ടല്ല, പക്ഷെ എന്നാലും പാട്ട് ഇഷ്ടം തോന്നുന്നു. പാലു പാട്ട് ഇഷ്ടല്ലേ? പാലുവിന് ഒരു പാട്ട് പാടിക്കേ.
ഇവള് പാടും മറ്റേ എന്തായാലും പാട്ട് അല്ല എന്ത് പാട്ട് പാടിയാലും അവള് കൂടെ പാടും, ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഇത് പാടും. ആ പാട്ട് ഇപ്പോഴത്തെ എല്ലാരും ഉള്ളത് കൊണ്ട് എനിക്ക് അറിയില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു വാസന. പിന്നെ ദുഃഖം മറന്നാൽ അതിന്റെ ഇതില്ലേ, അത് ഇവിടെ മൂടി കൊടുത്താൽ വെള്ളം കൂടാതെ പാട്ട് ഇഷ്ടായിട്ടാ, ഒരു കഴിവുണ്ട്, എവിടെയോ ഉണ്ട്. എന്തൊക്കെയോ ഉണ്ട് കഴിവ്, എന്തൊക്കെയോ ഉണ്ട്. പാട്ടിനോടാന്ന് തോന്നുന്നു. ഡാൻസ് ഇഷ്ടമാണ്. അരമണ്ഡലത്തിൽ ഇവിടെ നിൽക്കണ പോലെയൊക്കെ നിൽക്കും. പക്ഷെ പാട്ടിനോടാണെന്ന് തോന്നുന്നു കൂടുതൽ. അത് ഈ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ ഇല്ലേ, ഇങ്ങനെ സ്വരങ്ങളൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇവിടെ പുള്ളി തന്നെ താളമായിട്ട് പുള്ളി പാടും. അങ്ങനെ പാട്ടാന്ന് തോന്നുന്നു, അറിയില്ല. ഇങ്ങനെ ഇങ്ങനെ പാടും. നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ 2 പെൺകുട്ടികളും മത്സരിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് ഇങ്ങനെ കേട്ടിക്കൊണ്ടേയിരിക്കും. ചേച്ചീനെ വിളിക്കോ ഇന്റർവ്യൂലെങ്കിലും? ഉണ്ടോ? നാനുണ്ടോ? പാലു, ഈ ചേട്ടന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. മോദി എന്ന് പറയില്ലേ, മോദിജി. നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരാ? അമിത്ഷാ. പിന്നെ നമ്മുടെ രാഷ്ട്രം ഏതാ? ഭാരതം. വെരി ഗുഡ്. നമ്മുടെ ഇതാരാ? ധനകാര്യ വകുപ്പ് മന്ത്രി ആരാ? അല്ല അതൊക്കെ പറയും നിർമ്മല പിണറായി വിജയൻ എന്ന് പറഞ്ഞ അത് പറയുമ്പോ വേറെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയുമ്പോ അവർക്ക് അറിയില്ല വിജയം. പറയൂ എന്തൊക്കെയുണ്ട് പറഞ്ഞ കൊച്ചു നല്ല കുട്ടിയാ. വീട്ടിലേക്ക് പുതിയൊരു ആള് വരുന്നു, അയാൾ എല്ലാ തരത്തിലുള്ള അറ്റൻഷനും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും അയാളിലേക്ക് തിരിയുന്നു. ഈ പ്രയോറിറ്റി മൊത്തം ഒരാളാവുക എന്ന് പറയുന്നതിന്റെ ഒരു സുഖമുണ്ട്. അത് നമ്മുടെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. പാല് പ്രയോറിറ്റി ആയപ്പോ എന്തൊക്കെ പഠിച്ചു ആയിരുന്നു? അല്ല ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നമില്ല, ഞാൻ അവളുടെ അമ്മയെ പോലെയാണ്, എനിക്ക് പോസസീവ്നെസ് ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. എനിക്ക് ചില സമയത്തൊക്കെ ഭയങ്കര വിഷമമൊക്കെ വരും. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ചില സമയത്ത് നമുക്ക് അമ്മയെ വേണം തോന്നുന്ന ടൈമിൽ അമ്മയ്ക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ എന്നെ ഇങ്ങനെ കൊണ്ടുനടന്ന പോലെ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലല്ലോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാണ്, ഇവൾക്ക് ഇപ്പൊ എല്ലാ അറ്റൻഷൻ കിട്ടേണ്ട സമയമാണ്. അപ്പൊ എനിക്കൊരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവാർഡൊക്കെ കിട്ടിയായിരുന്നു കഴിഞ്ഞിടയ്ക്ക്, ലാസ്റ്റ് അവാർഡൊക്കെ കിട്ടിയ സമയത്ത് എനിക്ക് അമ്മ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റുന്നില്ല ഇവളുള്ളത് കൊണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചെറിയൊരു വേദന വന്നിരുന്നെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര വിഷമങ്ങളൊന്നുമില്ല. പ്രയോറിറ്റീസ് മാറുമ്പോ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങള്, കുഞ്ഞു പരിഭവം, അത് ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കും. ഇന്റർവ്യൂ സീരീസ് തുടങ്ങിയതിനു ശേഷം ട്രോളുകളൊക്കെ വന്ന സമയങ്ങളുണ്ട്, പേടിച്ചോ? അതൊക്കെ സങ്കടം വന്ന് ഷെയർ ചെയ്ത് വരുമ്പോഴാ ദേഷ്യം, സങ്കടം വരും, കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വേറൊന്നുമില്ലേ, നമ്മള് കുറെ ഇപ്പൊ ഒരാളെ ഞാൻ കുറച്ച് സംസാരിക്കുന്ന ആളാ. അപ്പൊ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയണത്. ഞാനൊന്നും എൻ്റെ ഒരു കൃത്രിമമായിട്ട് ഉണ്ടാക്കി ചാനലിന് പറയണതല്ല. അപ്പൊ നമ്മളിത് പറയുമ്പോൾ നമ്മളെ അറിയുന്ന എത്രയോ ആളുകളുണ്ടാവും. നമ്മൾ കള്ളത്തരം പറയുമ്പോൾ അപ്പൊ നമ്മളെ ഇപ്പൊ പാലുവിന് ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു വീഡിയോ എടുത്തത്, പല സദ്യ ഫോൺ കൊടുത്ത് ഇന്ന് വരെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഞാനത് തന്നെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ അത് അവര് വീട്ടിൽ നമ്മൾ ഇതുപോലെ ഹോളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ AC ഇല്ലല്ലോ, ഫാൻ ഇല്ല. അന്ന് എടുത്ത ആ വീഡിയോ എടുത്തോണ്ട് ഇവർക്ക് ഇതുപോലെ ഭയങ്കര അസ്വസ്ഥത അവർക്ക് എടുക്കുക. അപ്പോൾ ഇവള് കരഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ എന്നീ ഫോൺ എടുത്ത് എന്നിട്ട് ഇവിടെ എടുത്ത് തലേ വെച്ച് ഇങ്ങനെ അതെടുത്ത് വെച്ചിട്ട് ഇവരെ എടുത്ത്. അപ്പം ഞാനത് കണ്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പാലിൻ്റെ പുറകെ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് യൂട്യൂബ് ഒന്നും കറക്റ്റ് നോക്കാൻ പറ്റാറില്ല. നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മുകേഷിൻ്റെ ഇതും വെച്ചിട്ട് ഫോൺ കൈ വെക്കാറില്ല, തലയിൽ വെക്കാറില്ല, ചേച്ചിയുടെ തള്ളുകൾ എന്നും പറഞ്ഞിട്ട് ആ കുട്ടി ചോദിച്ചത് അമ്മ ഫോൺ കാണിച്ചാണോ ഫുഡ് കൊടുക്കണേന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഫോണിൽ പാട്ടോ ഇതൊന്നും വെച്ച് ഫുഡ് കൊടുക്കാറില്ല പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആരോട് പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് വിളിക്കരുത്, എനിക്ക് ഇനി ഈ പ്രായത്തിലൊരു എന്നെ പബ്ലിസിറ്റിയുടെ ആവശ്യം എനിക്കില്ല, എനിക്ക് അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ അമ്മ ഞാനിങ്ങനെ നിൽക്കണോണ്ടാണ് അങ്ങനെ പറയുന്നത് ആളുകൾ, അമ്മ അത് കാര്യമാക്കി എടുക്കേണ്ടാവും. പിന്നെ നമുക്ക് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കില്ല. നമുക്കൊരു നെഗറ്റീവ് വരുന്ന സമയത്ത് നീ ഇത് കാണൂ എന്ന് പറഞ്ഞാൽ അത് വേറെ ചാനലെടുത്തിട്ട് ഷോട്ട് ഇട്ട് കഴിയുമ്പോഴത്തെ അടുത്ത് വരേക്കും ഇങ്ങനെ. അത് തന്നെയായിരുന്നു, അതെനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. അത് വേറൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ്
ഈ തള്ളക്ക് കമന്റ് പോലും സഹിക്കാൻ പറ്റാത്ത എന്തിനാടി നീ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. നമുക്ക് എന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മളൊരിക്കലും ഒരു ചാനലിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് ഈ ലോകത്ത് 25 വയസ്സുള്ള മോളെ പ്രസവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോളെ എനിക്കുണ്ടായെന്ന് പറഞ്ഞത്. ആരെയും ഒരു സോഷ്യൽ മീഡിയയിൽ അവളുടെ പേജിൽ അവൾ ഇട്ട ഒരു സന്തോഷത്തെ അനുശ്രീ അതെടുത്ത് ഷെയർ ചെയ്തു. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ BBC ചാനലൊക്കെ നമ്മളാണോ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് വിളിച്ചോണം. അത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് ഇവള് മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ, ഇവൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വേദന തന്നെയാണ്. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അത് പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ആദിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെന്തോരം ത്യാഗം ചെയ്ത ഒരു കുഞ്ഞുങ്ങളെ വളർത്തി ഇപ്പം നിങ്ങളാണെങ്കിൽ ഇവിടെ വീഡിയോയ്ക്ക് വന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നമ്മൾ വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഒരു ഇതാണ് ആര്യ എന്ന് പറയുന്നത്.